ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നിവിടെ ചിക്കൻ്റെ ഒരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ ചിക്കൻ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞ്, ബോൺലെസ് ചിക്കനാണ് കേട്ടോ, അത് നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനെന്തൊക്കെയാണ് സാധനങ്ങളെന്ന് നോക്കാം. ആദ്യം നമുക്കതിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചത് ഒഴിക്കാം. പിന്നെ നമുക്കതിനകത്തേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ അധികം മുളകൊന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 സ്പൂൺ സോയാ സോസ്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ കോൺഫ്ലവർ. കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു കളറിന് വേണ്ടി. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിരുമ്മി വയ്ക്കാം. ഇത് ഏകദേശം ഒരു 1/2 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. ഇത് നന്നായി തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊരു 1 മണിക്കൂർ ഫ്രിഡ്ജിലോ എവിടെയെങ്കിലും നമുക്കിത് എടുത്ത് വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ എടുത്ത് വെച്ചിട്ട് 1 മണിക്കൂറായി. നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളത് റിഫൈൻഡ് ഓയിലാണ് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടാവുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി തുടങ്ങി. നമുക്ക് ഓരോ പീസായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്ക് വറുത്ത് കോരാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വറുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ട് ശരിയാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു 3 സവാള, വലിയ സവാളയാണ്, അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം 2 കളറിലുള്ളത്, ഒന്ന് റെഡും ഗ്രീനും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് റെഡിയാക്കി എടുക്കാം. ആ ചിക്കൻ വറുത്ത എണ്ണ തന്നെയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഗ്യാസ് കത്തിച്ച് ശരിയാക്കി വെക്കാം. അപ്പോൾ ഈ എണ്ണ ചൂടായിട്ടുണ്ട്. സവാള നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഇട്ടതാണ്. ഇനി ഇതിനകത്തേക്കുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുത്ത്, ഇത് അധികം ഫ്രൈ ആവേണ്ട സവാള, മീഡിയം ഇതായാൽ മതി. വെജിറ്റബിൾസ് ഒന്നും അധികം വേവേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഒന്നായി കഴിയുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇടുന്നതിന് മുമ്പ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. കാരണം വെജിറ്റബിൾസ് നമ്മൾ അധികം വേവിക്കുന്നില്ല. ഇനി നമുക്ക് ഫ്ലെയിം അല്പം കുറച്ച് വെച്ചിട്ട് അതിനകത്തേക്ക് സോസുകളൊക്കെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ടൊമാറ്റോ സോസ്, ഈ ബൗളിലുള്ള അത്രയും 2.5 സ്പൂൺ. ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടി വേണമെന്നുള്ളവർക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അത് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല കളർഫുള്ളാണ് സാധനം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ചിക്കൻ ഫ്രൈയും ഈ ഫ്ലേവറും എല്ലാം കൂടി ചെല്ലുമ്പോൾ. ഇനിയിപ്പം നമുക്കിതിനകത്തേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കണം. ഉപ്പും എരിവും പുളിയും എല്ലാം കൂടി ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഇത് മധുരവും എല്ലാം ഉണ്ട്. അധികം എരിവൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഇനി ഗ്രേവി ആവശ്യമുണ്ടെന്ന് തോന്നുന്നുള്ളവർക്ക് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവർ കലക്കി ഒഴിക്കാം. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഫ്ലെയിം അല്പം കൂട്ടി വെച്ചിട്ടുണ്ട്, ഒന്ന് റെഡിയാവാൻ. ആയി കഴിഞ്ഞു.
അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ ഐറ്റം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഇനി വീണ്ടും നല്ലൊരു വിഭവമായി നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.